ഇപ്പോഴത്തെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ നമുക്കറിയാം UDF തുടർച്ചയായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുണ്ട്. അത് ഒരു ദേശീയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടുകൂടിയാണ്. ഈ തവണത്തെ സാഹചര്യം അനുകൂലമാണോ അതോ കഴിഞ്ഞ തവണത്തേക്കാൾ വെല്ലുവിളികളുണ്ട്? പലതുകൊണ്ട് അനുകൂലമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്നത്തെ ഒരു ഭരണ സംവിധാനവും അതിൻ്റെ പരാജയങ്ങളും പിണറായിയുടെ രണ്ടാമത്തെ ടേമിൽ വന്നതിന് ശേഷമുള്ള ഓരോ നീക്കങ്ങളും കൂടുതൽ അപകടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. ഉമ്മൻചാണ്ടി എടുത്തിരുന്ന നയങ്ങളും ജനങ്ങളോട് എടുത്തിരുന്ന സമീപനവും ആളുകൾ കൂടുതൽ ഓർക്കുകയാണ് ഇപ്പോൾ. അതിന് കാരണം എന്താ വെച്ചാൽ മറ്റൊരു സംഗതി ഇപ്പുറത്തുള്ളത് കൊണ്ട് പിണറായിൻ്റെ സമീപന രീതികളും അവരുടെ ഗവൺമെൻറ് സമീപനവും അതേ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ സമീപനവും താരതമ്യപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ആ നല്ല നാളുകൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നല്ല നാളുകൾ തിരിച്ചു വന്നാൽ നന്നായിരുന്നേനെ എന്ന ചിന്തയ്ക്ക് വളരെ ആക്കം കൂട്ടുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് പിണറായി വിജയനോട് വളരെ സോഫ്റ്റ് അല്ലേ? അതർത്ഥമില്ല. അതൊക്കെ എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളെ തെറ്റായി കോട്ട് ചെയ്യാണ്. മുസ്ലിം ലീഗ് ശക്തമായ നിലപാട് എടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ UDF കേരളത്തിലും നാഷണൽ ലെവലിൽ കോൺഗ്രസിൻ്റെ മുന്നണിയും കൊണ്ട് നമ്മളെ ഇന്ത്യ അലയൻസ് അതേ നിലയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച മുസ്ലിം ലീഗ് എത്ര കാലം UDFൽ തുടരും എന്നതാണ്. അതിൽ ആ ചർച്ച ഉദിക്കുന്നേയില്ല. ഇന്നത്തെ കേരള സാഹചര്യത്തിലും ഇന്ത്യൻ സാഹചര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് രാജ്യത്ത് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പുറത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനൊക്കില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിൽ ജനങ്ങൾ അവരോട് മടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സാഹസികത കാണിക്കാൻ ലീഗിനാവില്ല.